പഴശ്ശിരാജ നാടകം. പഴശ്ശിരാജ എന്ന ഈ ചരിത്ര നാടകത്തിന്റെ രചനയും സംവിധാനവും കെ പത്മനാഭൻ നായർ. ശ്രീപൊർക്കലി അരുളപ്പാട് എന്താണാവൂ? അമ്മേ, ശ്രീപൊർക്കലി നാടും തമ്പുരാനും സൂക്ഷിക്കണം. പുൽപ്പള്ളിയിലെ കുറിച്ചരായി കിടാങ്ങൾ നാടിനെയും നാട്ടാരെയും തമ്പുരാനെയും ജീവൻ കൊടുത്തു കാക്കും ശ്രീപൊർക്കലി. പുൽപ്പള്ളിയിലെ കുറിച്ചരായി കിടാങ്ങൾ നാടിനെയും തമ്പുരാനെയും ജീവൻ കൊടുത്തു കാക്കും ശ്രീപൊർക്കലി. ബ്രിട്ടീഷ് ആധിപത്യത്തിനു മുൻപിൽ മലബാറിലെ മുഴുവൻ രാജാക്കന്മാരും നാടുവാഴികളും അടിയറവ് പറഞ്ഞപ്പോൾ അതിനെതിരെ പടവാൾ ഉയർത്തിയ കേരളവർമ്മ പഴശ്ശിരാജ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവിസ്മരണീയനായ വീരപുരുഷനാണ്. സ്വന്തം ചോരയും മജ്ജയും കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ അസ്ഥിവാരമുറപ്പിച്ച വീരദേശാഭിമാനി. തന്റെ പടയാളികൾ ഓരോരുത്തരായി വയനാടൻ മലഞ്ചെരുവുകളിൽ മരിച്ചു വീണുകൊണ്ടിരിക്കെ അപ്രതിരോധ്യമായ രക്ഷാസൈന്യം പോലെ പഴശ്ശിതമ്പുരാന്റെ നേതൃത്വത്തിൽ അവസാനം വരെ അടരാടിയ പുൽപ്പള്ളിയിലെ കുറിച്യരുടെ ഭഗവതി സന്നിധാനത്തിലുള്ള നേർച്ചയും ശപഥവുമാണ് ആരംഭത്തിൽ കേട്ടത്. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെ വണ്ടിക്കടവും കഴിഞ്ഞ് കർണാടക കാട്ടിലേക്കുള്ള വഴിയിൽ മാവിലാത്തോടും കണ്ണാരമ്പുഴയും സന്ധിക്കുന്നിടത്ത് ഒരു മാവിൻ ചുവട്ടിലെ ഗുഹയിൽ വെച്ചാണ് ആ മഹാപുരുഷൻ ജീവനൊടുക്കിയത്. വിദേശ മേധാവിത്വത്തിനെതിരായ വീരോചിതമായ സംഘട്ടനത്തിന്റെ ദാരുണമെങ്കിലും ഐതിഹാസികമായ ആ അന്ത്യഘട്ടം. വയനാടൻ കാടുകളിൽ നീണ്ട 11 വർഷക്കാലം പടവെട്ടിയിട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ആ വീരകേസരിയുടെ ആത്മാവ് മാത്രം വിദേശീയർക്ക് കിട്ടിയില്ല. കടന്നുപോയ ചരിത്രത്തിലെ ഉജ്ജ്വലവും ത്യാഗസുരഭിലവുമായ ആ സർഗം രക്തലിപികളിൽ കുറിച്ചിട്ട ആ ആത്മാവ് ഇന്നും മലബാറിന്റെ മലഞ്ചെരുവുകളിൽ ത്രസിക്കുന്നു. ആ ധീരാത്മാവിന്റെ പാവനസ്മരണയ്ക്ക് സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്യാധിയുദ്ധാശ്രയോന്യൽ ക്ഷത്രിയസ്യ ന വിദ്യത്തെ ക്ഷത്രിയസ്യ
ന വിദ്യതേ. ആത്മാവ്, രാജ്യം, സ്വജനം, ധർമ്മം എന്നിവയ്ക്ക് വേണ്ടി ചെയ്യുന്ന യുദ്ധം ധർമ്മയുദ്ധമാണ്. മറ്റുള്ളവരുടെ രാജ്യം കൈക്കലാക്കുവാനുള്ള ആഗ്രഹം കൊണ്ടോ ദുഷ്ടനായ ഒരു സ്വാമിയുടെ ഹിതത്തിനു വേണ്ടി തന്റെ മനസാക്ഷി വിരുദ്ധമായ മറ്റോ ചെയ്യുന്ന യുദ്ധം അധർമ്മയുദ്ധവുമാണ്. എന്താ എടച്ചേനക്കുങ്കന് മനസ്സിലാവുന്നുണ്ടോ ഇതിന്റെ സാരം? അടിയൻ. എന്നാൽ കമ്പനിക്കാർ അയച്ച ആ കുറിപ്പ് എന്തിനാ നശിപ്പിക്കാൻ ശ്രമിച്ചത്? തമ്പുരാൻ, അത് അവരെ കുങ്കന് അത്ര ഭയമാണോ? ഭയമല്ല, പുച്ഛം. അതുകൊണ്ടായത് നശിപ്പിക്കാൻ പാടില്ല. ശത്രുക്കളായാലും അവരെന്തു പറയുന്നു എന്നറിയേണ്ടതും ധർമ്മയുദ്ധത്തിന് ആവശ്യമാണ്. തമ്പുരാനെ, ആ കൊള്ളക്കാരുടെ ധിക്കാരം ഇനിയും പൊറുപ്പിക്കരുത് എന്ന് അല്ലേ? വേണ്ട, ഞാനും കൂടി അറിയട്ടെ ആ ധിക്കാരം. വായിക്കൂ. വായിക്കാനല്ലേ പറഞ്ഞത്? അടിയൻ, നിങ്ങളെയും നിങ്ങളുടെ അനുയായികളെയും പറ്റേ ഒടുക്കുന്നതുവരെ പിശാചുക്കള് നിങ്ങളാ ഒടുക്കുന്നത്. കണ്ടോ അവന്റെ ഒരു ഒടുക്കല്? ഒടുക്കുന്നതുവരെ വായിക്കും മുഴുവനും. കമ്പനിപ്പട വെറുതെ ഇരിക്കില്ല. തെണ്ടി പലിശകള്. കമ്പനിപ്പട വെറുതെ ഇരിക്കുന്നില്ലല്ലോ. പിന്നെ എന്നെയും എന്റെ അനുയായികളെയും പറ്റേ ഒടുക്കും എന്ന്. പറ്റേ വേണോ? സ്വന്തം നാട്ടിൽ താമസിക്കുന്നവരെ കടലും താണ്ടി വന്ന പലിശകൾ പറ്റേ ഒടുക്കും. ചതിയും വഞ്ചനയും കൊണ്ട് നമ്മെ അടിമപ്പെടുത്തും എന്ന വിദേശികളുടെ ധിക്കാരം അവസാനിപ്പിച്ചു പറ്റൂ. അടിയൻ, തമ്പുരാൻ ക്ഷമിക്കണം. എന്ത് ക്ഷമിക്കാൻ? ടിപ്പു വന്ന് ആക്രമിച്ചപ്പോൾ ഇംഗ്ലീഷുകാരെ സഹായിക്കരുതായിരുന്നു. ശരിയാണ്, അങ്ങനൊരു അബദ്ധം പറ്റി. രാജ്യം ഭരിക്കല്ല ഉദ്ദേശം. ഇവിടുത്തെ കറുത്ത പൊന്നായ കുരുമുളകും മലഞ്ചരക്കുകളും മതിയെന്ന് പറഞ്ഞത് ഔദാര്യത്തിന്റെ പേരിൽ വിശ്വസിച്ചുപോയി. വിക്രമനാണത് ചെയ്യിപ്പിച്ചത്. ഉണ്ണിത്തമ്പുരാൻ അവരുടെ വഞ്ചനയ്ക്ക് ഇന്നും കൂട്ടുനിൽക്കുകയാണെന്ന് അറിയിക്കുമ്പോൾ തമ്പുരാൻ ക്ഷമിക്കണം. അനിയനായി പോയില്ലേ? അവൻ അവകാശപ്പെട്ട സ്ഥലത്തു നിന്നും ഓടിക്കുന്നത് അധർമ്മമാവില്ലേ? അതുകൊണ്ട് മാത്രം ക്ഷമിക്കുന്നു. വീട്ടിനകത്ത് തന്നെ കള്ളനെ കുടിയിരുത്തിയാലോ? കമ്പനിക്കാർക്ക് ഇന്നാട്ടിലെ ഒരു താങ്ങ് ഉണ്ണിത്തമ്പുരാനാ. വിഡ്ഢി! എല്ലാം കത്തിച്ച് കഴുക്കോലെടുക്കാൻ ശ്രമിക്കുന്ന നീചൻ. താമസിയാതെ അവനും മനസ്സിലാവും കടന്നൽ കൂട്ടില കൈയിട്ടതെന്ന്. കുങ്ക, അടിയൻ. ആരാണ് ആ വഞ്ചകന്മാർ? ഇവിടെയോ എത്തിയോ? അവരാവില്ല തിരുമേനി. തലക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിൽ കുറിച്ചിപ്പഴ പുൽപ്പള്ളിയിൽ കാവലുണ്ട്. ചന്തു? തലക്കൽ ചന്തുവോ? അല്ല, അടിയന കാവിലെ. ഓ, കോമരം. എന്താ? അമ്മയുടെ അരുളപ്പാട്. പൊന്നു തമ്പുരാനെ. പറയിൻ, എന്താ അമ്മയുടെ അരുളപ്പാട്? അമ്മ ദേവി. പറയടാ, എന്താ അരുളപ്പാട്? അടിയങ്ങളുടെ നെഞ്ചു പൊരിയുന്നു. മടിക്കാതെ പറയൂ. പൊന്നു തമ്പുരാൻ ആപത്ത്. അതാണോ? അമ്മ പറയുന്നതിന് മുൻപേ എനിക്കറിയാം. പക്ഷേ ആപത്ത് എനിക്കല്ല, ഈ നാടിന്. പൊന്നു തമ്പുരാൻ ആപത്ത് അടുത്തുനിന്നാ കൽപ്പിച്ചത്. എന്റെ ശ്രീപോർക്കലി, പഴശ്ശിക്കാവിലമ്മേ, തമ്പുരാനെയും നാടിനെയും രക്ഷിക്കണേ. ദേവിയെ, അമ്മേ, കുറിച്ചേർക്ക് ജീവൻ ഉണ്ടെങ്കിൽ തമ്പുരാനെ ഞങ്ങൾ നോക്കിക്കൊള്ളു. പിന്നെന്താ ഈ പരിഭ്രമം? ഉയിൽ കൊടുത്തും തമ്പുരാനെ ഞങ്ങൾക്കാകും. തമ്പുരാനെ, അവരിവിടെ എത്തിയോ? എവിടെ എന്റെ പടവാൾ? തമ്പുരാൻ പുറത്തു പോകരുത്. അടിയങ്ങൾ മതി. പോരാ, ഇതാണ് അമ്മയുടെ ഹിതമെങ്കിൽ തമ്പുരാനെ തടയരുത്. നിങ്ങൾ ഇവിടെ നിൽക്കൂ. അവരെന്നെയും വഞ്ചിച്ചു തമ്പുരാനെ. ചന്തുവോ? കുതിരപ്പുറത്ത് വന്നതാരാ? അവറ്റകളുടെ ചാരന്മാര്. കാര്യം ഏറെ തകരാറ്. പടവരുന്നെങ്കിൽ നേരിടണം. അതല്ല വിടുണ്ട്. വന്നവർ വേണ്ട പോലെ കൈകാര്യം ചെയ്യും. പക്ഷേ കടുത്ത വഞ്ചന. വഞ്ചനയല്ലേ അവറ്റകളുടെ ആയുധം? എന്താ പുതിയ വഞ്ചന? ഇവിടുത്തെ നികുതി പിരിക്കാൻ കുറുമ്പനാടിന് അധികാരം കൊടുത്തിരിക്കുന്നു എന്ന്. കാട്ടുനായ്ക്കൾ സ്വന്തം മണ്ണിന്റെ നികുതി അയൽനാട്ടിനോ? ഈ അപമാനം ഒരിക്കലും സഹിച്ചുകൂടാ. ഉണ്ടാക്കിയ ഉടമ്പടി
കരിവേപ്പിനെ പോലെ കാറ്റിൽ പറപ്പിക്കുകയോ? നികട്ട വർഗം, പറയൂ എല്ലാവരോടും, ആരും ഒരു ചില്ലിക്കാശ് നികുതി കൊടുത്തു പോകരുതെന്ന്. ആരാണത് പിരിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഞാൻ തന്നെ നാട്ടുകാരോട് ഈ നികുതി നിഷേധത്തെ പറ്റി പറയും. വേണ്ട, തമ്പുരാൻ പുറത്തിറങ്ങരുത്. ഇതും ഉണ്ണി തമ്പുരാന്റെ കെണിയാവണം. നേരോ? അതെ. ഓഹോ, അവന്റെ കെട്ടിലമ്മ കുറമ്പനാട് കൊട്ടാരത്തിൽ നിന്നാണല്ലോ അല്ലേ? ശരിയാ. ആ, ഈ അനീതിക്ക് പകരം ചോദിക്കണം. ഞാൻ നേരിട്ട് ബാബറോട് ചോദിക്കും. തമ്പുരാനെ വേണ്ട, പകരം ചോദിക്കലും നികുതി കൊടുക്കാതിരിക്കലും ഒക്കെ അടിയങ്ങൾ നോക്കിക്കൊള്ളാം. ഈ തല പുറത്തു കാണാനാണ് ആ ചെന്നാക്കൾ കാത്തിരിക്കുന്നത്. സാമ്രാജ്യ സാർവഭൗമനായ ബ്രിട്ടീഷ് ചക്രവർത്തിയുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരന്മാരുടെയും പ്രതിനിധി, പടവെട്ടിപ്പിടിച്ച മലനാടിന്റെ ഭരണാധികാരി, ഓരോ മലനാട് പൗരനെയും അറിയിക്കുന്നതാവിധ കമ്പനിപ്പടയ്ക്കെതിരായി കാടുകയറി ഒളിപ്പോര് നടത്തുന്നവനും രാജ്യദ്രോഹിയുമായ കേരളവർമ്മ പഴശ്ശിരാജ എന്ന കോട്ടയം രാജാവിന്റെ തലയ്ക്ക് ഇതിനാൽ 1000 വരാഹം ആ ദേഹത്തിന്റെ സഹായിയും പഴശ്ശിപ്പടത്തലവനുമായ കൈതേറി വീട്ടിൽ അമ്പു എന്നവന്റെ തലയ്ക്ക് 500 വരാഹം ഇതിനാൽ പ്രതിഫലം നിശ്ചയിക്കുന്നു. 15 നാളുകൾക്ക് രാജ്യദ്രോഹിയായ പഴശ്ശിരാജാവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാത്ത പക്ഷം അദ്ദേഹത്തിന്റെ അനുയായികളെയും മിത്രങ്ങളെയും എല്ലാം കമ്പനി ശത്രുക്കളായി കരുതുന്നതും അവരുടെ എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളും കൊട്ട് നിന്റെ അമ്മയുടെ പൊലയാടിയും തെറ്റിന് കൊട്ടടാ പട്ടി. ആരാടാ ഈ പിടിച്ചെടുക്കുന്നവൻ? കൊല്ലല്ലേ കുങ്കനായക, ഞാൻ സാധുവാണ്. സാധുവാ? എടാ നീയാണടാ സാധു. എടാ ഈ നാടിനെ ഒറ്റ കൊടുക്കുന്ന വഞ്ചകൻ. എടാ പോയി നിന്റെ സായിപ്പിനോട് പറ, പൊന്നു തമ്പുരാന്റെയും കൈതേരി അമ്പുവിന്റെയും തല ഇടച്ചേനെ കുങ്കൻ കാട്ടിക്കൊടുക്കാമെന്ന് പറയടാ. പോയി പറയടാ. വാടാ ഇവിടെ വാടാ. അയ്യോ എന്നെ കൊല്ലല്ലേ. എടാ നീ ചെണ്ടികളുടെ കാൽ നക്കിയാണെങ്കിലും ഈ നാട്ടുകാരനായിപ്പോയില്ലേ, അതുകൊണ്ട് കൊല്ലുന്നില്ല. വാടാ. എന്റെ അമ്മേ, മറന്നല്ല കമന്റ് കിടന്നോളാം. ഒരു പിടി മണ്ണ് വാടി നിന്നടാ. എന്നിട്ട് ഉറക്കെ പറയടാ. എടാ ഞാൻ ഈ മണ്ണിനെ ചതിക്കില്ലെന്ന് പറയടാ. ഞാൻ ഈ മണ്ണിന് ചതിക്കില്ല. എനിക്ക് എഴുന്നേക്കടാ. എന്നിട്ട് ഇവരോടെല്ലാം മാപ്പ് പറ. ഞാനല്ല, ആ ഉണ്ണിത്തമ്പുരാനാ എന്നെ കൊണ്ട്. രായരപ്പ, ഈ പരിപാടിയിൽ നാം ഇങ്ങനെ നിൽക്കുന്നത് ആപത്തല്ലേ? എന്താപത്ത്? കോട്ടയം ഇളയ തമ്പുരാൻ ആപത്ത്? ആപത്ത് വലിയ തമ്പുരാനല്ലേ? ഇത്തവണ അമ്മാവൻ കുടുങ്ങിയത് തന്നെ. ഒരൊറ്റയാളും കോട്ടയത്തിന് നികുതി കൊടുക്കരുതെന്ന് നീ പെരുമ്പറകൊട്ടി അറിയിച്ചില്ലേ? അറിയിച്ചില്ലേന്ന്? വയനാടിന്റെ നീതി എല്ലാം ഇനി കുറുമ്പറ നാടിനെ. അതായത് അവിടത്തേക്ക്. ഉണ്ണിത്തമ്പുരാന്റെ കെട്ടിലമ്മ അവിടെയാണല്ലോ. അങ്ങനെയല്ലേ ഞാൻ കുറുമ്പനാട്ടിനെ അമ്മാവനെതിരായി ഇംഗ്ലീഷുകാരുടെ ഭാഗത്താക്കിയത്? ശരിക്കും അവിടെ നിന്നല്ലോ ഇപ്പം കോട്ടയം വലിയ തമ്പുരാൻ? ഞാനാവും. എന്നിട്ട് വേണം രായരപ്പ. അടിയൻ. നാട്ടുകാരൊക്കെ നമ്മൾ പറഞ്ഞതനുസരിക്കോ? ഉണ്ണിത്തമ്പുരാൻ സംശയിക്കണ്ട. വലിയ തമ്പുരാൻ ആവുന്ന ആളെ അനുസരിക്കാത്തവരെ കൊണ്ട് കമഴ്ന്നു കിടന്ന് മണ്ണ് തിന്നിപ്പിക്കണം. മണ്ണ് തിന്നാനോ? അതെന്താടാ? നമ്മുടെ നാടിന്റെ മണ്ണ്. അടിയൻ തിന്നു. എന്ത് മണ്ണ്? നീ മണ്ണ് തിന്നു? അടിയൻ വയനാടൻ മണ്ണ്, നമ്മുടെ മണ്ണ്. അടിയനെ കൊണ്ടത് തിന്നിപ്പിച്ചു. ആര്? ആ ഇടച്ചേന കുങ്കൻ നായർ.
അയ്യോ, ചതിച്ചോ തമ്പുരാനെ? അടിയന് പേടിക്കാതെ, എന്തോ ഒരു നിഴൽ മറഞ്ഞ പോലെ. ആരെങ്കിലും തമ്പുരാനെ, ഈ വഴി നിൽക്കണ്ട, ആപത്താ. കൈതേറി അമ്പു നമ്പിയാരുടെ ആരെങ്കിലും കണ്ടാല് കഴുത്തരി. കൈതേറി അമ്പു എന്തിനാ നമ്മുടെ കഴുത്തരിയുന്നത്? നികുതി കുറമ്പ്ര നാടിന് കൊടുക്കണമെന്നും ആരും വലിയ തമ്പുരാന് ഒന്നും കൊടുക്കരുതെന്നും പെരുമ്പറ ഒട്ടി അടിയൻ വിളിച്ചു പറഞ്ഞപ്പോ, തമ്പുരാനെ ഇവിടെ നിൽക്കണ്ട, കാട്ടിനുള്ളിലേക്ക് കയറി ആ തേക്കും കൂട്ടത്തിൽ മറഞ്ഞു നിൽക്കാം. വിളിച്ചു പറഞ്ഞപ്പോ എന്നെ അവര് പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ഉണ്ണിത്തമ്പുരാന്റെ പേര് പറഞ്ഞപ്പം കുങ്കൻ നമ്പ്യാർ പേടിച്ചു വിറച്ച് എണ്ണ വിട്ടേച്ച് ഓടിക്കളഞ്ഞു. അപ്പോ അവർക്കെന്നെ പേടിയുണ്ട് അല്ലേ? പേടി ഇംഗ്ലീഷുകാരെ അല്ല, ഉണ്ണിത്തമ്പുരാനെയാ. മിടുക്കനാ നീ. അങ്ങനെ വരൂ, നോക്കിക്കോ, പകിട 12 തന്നെ വീഴും. വീണ് കഴിഞ്ഞില്ലേ തമ്പുരാനെ? അങ്ങോട്ട് നടന്നട്ടെ. ഇവിടെ ഇവിടെ ഇനി കൈതേറി അമ്പു നമ്പ്യാരല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും പൊടി തൊടാൻ പറ്റില്ല. കുതിരമേലെ കണ്ണൻ ഇവിടെ വരാന്നല്ലേ പറഞ്ഞത്? എത്ര നേരായി? കണ്ണം പറഞ്ഞ പോലെയാ, ഇപ്പൊ ഇങ്ങ് വരും. ബേബൻ സാഹിബ് കൊടുത്തയച്ച വരാഹമൊക്കെ വാങ്ങിയിട്ട് 100 ചാക്ക് കുരുമുളക് ചുരം കിടത്തി തലശ്ശേരി കോട്ടയിൽ എത്തിക്കാൻ ഇത്രയും ദിവസവും സൂക്ഷിക്കേണ്ട കാലമല്ലേ തമ്പുരാനെ? ഇപ്പൊ എത്തിച്ചിരിക്കും കണ്ണൻ. അതാ ആരോ. കണ്ണനായിരിക്കും. കണ്ണൻ എന്തിനു തലമുടി കുത്തിയിരിക്കുന്നു? എവിടെ തമ്പുരാനെ? അതാ ആ ചെടിക്ക് പിന്നിലെ. അയ്യോ, നമ്മൾ പഴശ്ശി തമ്പുരാന്റെ അനുയായികളാ. തമ്പുരാനെ നിക്കരിക്കുന്ന ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല, ആരായാലും. രേരപ്പ, ആ രൂപം പഴശ്ശി തമ്പുരാന്റെ പള്ളിവാളാൽ പടിഞ്ഞാറമ്പറ നശിക്കാൻ പോകുന്നു. വരി, എല്ലാരും വരി. രേരപ്പ, ആ രൂപം അനങ്ങുന്നു. പഴശ്ശി തമ്പുരാൻ ജയിക്കട്ടെ, പഴശ്ശി തമ്പുരാൻ ജയിക്കട്ടെ എന്ന്. അല്ല, നീ അങ്ങനെ മറഞ്ഞിരിക്കുകയായിരുന്നു. ഉണ്ണിത്തമ്പുരാൻ ഇങ്ങനെ നിൽക്കുമ്പോ പേടിക്കണ്ട, എണീച്ചോ. ഞമ്മന്റെ 2 ചെമ്പ് കാശ് വീണു പോയത് തപ്പി നോക്കിയതാ. എന്താ പുടിച്ചില്ലേ? അത്രേ ഉള്ളൂ. 2 ചെമ്പുകാശിന് പകരം ഇതാ 2 വെള്ളിക്കാശ്. എണീക്ക്. തരുവല്ലോ ഇല്ലേ? ഉണ്ണിത്തമ്പുരാൻ വാക്ക് മാറൂലെന്ന്. എന്നാ തരീൻ. അയ്യോ, ഉണ്ണിമൂത്ത അങ്ങ് തെക്കേ കച്ചവടക്കാരൻ തന്നെന്ന് പേടിക്കേണ്ട വകയാ. ഞമ്മള് നിങ്ങന്റെ ആളാ. ഞമ്മന്റെ ബാബർ സാഹിബ് പറഞ്ഞ് 100 ചാക്ക് കുരുമുളക് തരാന്ന്. ഇതുവരെ കണ്ടില്ലാന്നേ. വല്ല വയനാടൻ ശൈത്താമാരും പിടിച്ചോ എന്റെ പടച്ചോനെ. അപ്പോ രേരപ്പ, കുതിരമയെ കണ്ണൻ തൊലച്ച. ഏത് കണ്ണനും കിണ്ണനും ഹലാക്കിന്റെ അവലും കഞ്ഞി ആയ. ആ തലക്കലെ ചന്തുവും കുറിച്ചരും ചുരത്തിൽ കാത്തിരിക്കുന്നെന്ന് ഞമ്മൾ അറിഞ്ഞു. ആ വിഷയം അറിയിക്കാനാ ഞമ്മളിങ്ങി വന്നത്. ഏത് ഉണ്ണിമൂത്ത ഒന്ന് ശ്രമിക്കണമല്ലോ. തലയ്ക്ക് ചന്തുവും കുങ്ങന്നായാലും വല്ല കുന്ത്രാണ്ടവും കാട്ടുമോ? ഉണ്ണിമൂത്ത വിചാരിച്ച അതൊക്കെ കുന്ത്രാണ്ടങ്ങളൊക്കെ ഞമ്മളങ്ങ് ഒതുക്കിക്കോളാന്നേ. നിങ്ങളിപ്പോ ഒരു ഇസ്കാലില്ല. ഞമ്മക്ക് ആ വയ്യൊന്ന് പറഞ്ഞു തന്നാ ഏത് ചൊരാന്നറിഞ്ഞാലല്ലേ ഞമ്മക്ക്. പറയാലോ, കർണാടക കാടിന്റെ ചരിവിലുള്ള എലഞ്ഞ ചുരം. കോജരാജാവായ തമ്പുരാനെ, ആടെയോ? അത് വലിയ ഘട്ടങ്ങാറുള്ള വയ്യാണല്ലപ്പാ. ശരി, ഇനി നിങ്ങൾ വിഷമിക്കണ്ട. 100 ചാക്ക് കുരുമുളക് ഞമ്മൾ തലശ്ശേരിയിൽ എത്തിക്കാം. സമാധാനമായി. പഴശ്ശിക്കാവിൽ അമ്മ രക്ഷിച്ചു. തന്നെ ആ അമ്മ നാട്ടിനെ കാക്കുന്നെന്ന് കൂട്ടിക്കോളി. ഏത് എന്നാ ഞമ്മള് വരാം. പിന്നെ ഒരു കാര്യം, ഈ കാട്ടിൽ നിൽക്കണ്ട, അപകടം പിടിച്ച കാലാ. പൊയ്ക്കോളീൻ കൂലോത്തേക്ക്. എന്നാ പറഞ്ഞ പോലെ പൊയ്ക്കോളീൻ. അക്കാര്യം കൂടി ഉണ്ണിമൂത്തയോട് പറഞ്ഞാലോ? ആള് വീരനാ. ഒരു പക്ഷേ. ഉണ്ണിമൂത്ത, ഒരു നിമിഷം. എന്താ വിളിച്ച? അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. എന്തേ? വലിയ തമ്പുരാൻ വയനാട്ടിൽ എവിടെ ഇരിക്കുന്നു എന്ന് ബേബർ സാഹിബിന് അറിയണമെന്നുണ്ട്. അക്കാര്യം അറിഞ്ഞാല് 100 ചാക്ക് കുരുമുളക് കൂടി ഉണ്ണിമൂത്തയക്കും. അല്ലോ, അതൊരു സിംഹ. ആ കൂട്ടിൽ കൈയിട്ടാലേ ഞമ്മന്റെ തടി അലാക്കാവും. ആട്ടെ, ഞമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം. വിവരം കിട്ടിയാല് ചെറിയ കുലത്തേക്ക് അറിയിക്കാം. എന്താ? ഏറ്റവും പിന്നെ ഇല്ലാന്ന് മറ്റൊരു 100 ചാക്ക് കുരുമുളക് കൊടുക്കാവുന്ന ഏറ്റവും സമർത്ഥൻ. രേരപ്പ, ഞാൻ ഉറച്ചു. അമ്മാവനോട് നേരിട്ട് പറയും, ഇതൊന്നും വേണ്ട,
പഴയ പോലെ ഇംഗ്ലീഷുകാരോട് ഒരു പുതിയ സഖ്യത്തിന്. വലിയമ്പ്രാനെ സഹായിക്കുന്നത് പടത്തലവൻ കൈതേരി അമ്പുതമ്പിയാരല്ലേ? ആ, എന്തൊരു ഉശിര, ജീവൻ പണയം വെച്ച് നടക്കുന്നു പോയി. അവര് വലിയമ്പ്രാനെ കൂലത്തേക്ക് വിട്ടിട്ട് വേണ്ടേ? കൂലത്തേക്കില്ലെങ്കിലും അമ്മാവൻ കൈതേരിയില് ചില രാത്രികളിൽ വരാറുണ്ടല്ലോ. കാവലിരുന്ന് അവിടെ വെച്ച്. ഓ, അത് നേരാ. അമ്പുതമ്പിയാരുടെ മരുമകള് കൈതേരി മാക്കവുമായി വലിയമ്പ്രാന് ചിറ്റമുണ്ടല്ലോ. പക്ഷെ ഈയിടെ ഇങ്ങ് കടക്കാറില്ലല്ലോ. വരും. അവര് തമ്മിലുള്ള ബന്ധം അത്രയ്ക്കുണ്ടെന്ന് എനിക്കറിയാം. കൈതേരിലേക്കുള്ള വരവൊക്കെ രാത്രിയില്ല. മാധു എന്തിനാ എന്നും ഈ തളിക നിറയെ മുല്ലപ്പൂക്കൾ നിറച്ചു വെക്കുന്നത്? ആ, ഇന്ന് കൈതപ്പൂവും ഉണ്ടോ? ഇത് രാധ തന്റെ സഖിയോട് പരിഭവം പറഞ്ഞ പോലെയാണല്ലോ. ആ, കൈതപ്പൂ ഉണ്ട്, നല്ല വാസന അല്ലേ? രാധാകൃഷ്ണന്മാരുടെ സങ്കല്പം ആലോചനാമൃതമാണ്. എന്നാൽ ആ യമുനാ തീരത്തിലെ ഒരു മണൽത്തരിയാവാനുള്ള ഭാഗ്യം പോലും ഇല്ലാത്ത നിർഭാഗ്യവതിയല്ലേ ഞാൻ? കൈതേരി ഭവനത്തിന്റെ ഈ അകത്തളം പലതവണ യമുനാ തടമോ വൃന്ദാവനമോ ഒക്കെയായി മാറിയിരുന്ന കാലം അത്ര പെട്ടെന്ന് മറക്കാമോ രാധയായ കൈതേരി മാക്കത്തിന്? തമ്പുരാൻ കൃഷ്ണനാണെന്ന സങ്കല്പം തന്നെയാണ് എനിക്കും. എന്നാൽ രാധ എവിടെ? കൃഷ്ണന് കൈതപ്പൂ ഇഷ്ടമാണോ? ഇതേ വിരഹവേദന തന്നെയാണ് ജയദേവ കവി ഗീതാഗോവിന്ദത്തിൽ രാധ സഖിയോട് പറയുന്ന രീതി സൂചിപ്പിച്ചത്. കാർവർണ്ണൻ കൈതപ്പൂ ഇഷ്ടപ്പെടുന്നു. സഖി കൃഷ്ണനോട് രാധയുടെ വിരഹദുഃഖം അറിയിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അതേപോലെ കൈതേരി മാക്കത്തിന്റെ വിരഹദുഃഖം സഖി മാധുവിന് പൊന്നു തമ്പുരാനെ അറിയിക്കാൻ പറ്റില്ല, അല്ലേ? അതാ പറഞ്ഞത് ഞാൻ ഭാഗ്യം ചെയ്തവളല്ല എന്ന്. ജയദേവൻ വിരഹദുഃഖം സഖിയെ കൊണ്ട് പറയിച്ചപ്പോൾ ഇവിടെ തമ്പുരാൻ എന്ന കവി അത് സ്വയം അറിയിക്കുന്നു. എന്താ നീ കടങ്കഥ പറയുകയാണോ? അല്ല, സത്യം. ഒരു നിമിഷം. നീ എവിടെ പോകുന്നു? നിലവിളക്കിൽ ഇത്തിരി എണ്ണ ഒഴിക്കണം. വേണ്ട, ഇത് മതി. എത്ര രാത്രികളായി തളികയിലെ മുല്ലപ്പൂക്കൾ വാടുകയും നിലവിളക്കിലെ നിറതിരികൾ പടുതിരി കത്തുകയും ചെയ്യുന്നു. ഇന്ന് കൈതപ്പൂ ഉണ്ട് മുല്ലപ്പൂവൾക്ക് കൂട്ടായിട്ട്. ആ, അശകുനം പറയല്ലേ. പടുതിരി കത്തുകയല്ല, പരിഭവം നടിക്കുകയാണ്. ആരോട്? പൊന്നു തമ്പുരാനോട്. ആട്ടെ, മാക്കത്തിന് തമ്പുരാനെ കുറ്റപ്പെടുത്താൻ ഒക്കുമോ? ഈ മലനാട്ടിൽ ഇംഗ്ലീഷുകാരൊഴിച്ച് മറ്റാരും അവിടുത്തെ കുറ്റപ്പെടുത്തുകയില്ല. പിന്നെ എന്തിന് ഈ വിരഹത്തിൽ ഇത്ര വേദനിക്കുന്നു? എന്റെ വിധിയോർത്ത്. നാടിന്റെ വിധി നിർണയിക്കുന്ന ഒരു മഹായജ്ഞത്തിൽ ഓരോ നിമിഷവും കഴിയുന്ന തമ്പുരാന് ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് കൈതേറി വീട്ടിലെത്താൻ അത്ര എളുപ്പമാണോ? ആലോചിച്ചു നോക്കൂ. ഒരിക്കലും ഞാൻ പൊന്നു തമ്പുരാനോട് പരിഭവിക്കില്ല. പരിഭവം എന്നോട് മാത്രം. ഇരുട്ടുണ്ടായാലേ വെളിച്ചത്തിന് തിളക്കമുണ്ടാവും. നാടിന്റെ വെളിച്ചത്തിന് പടവെട്ടുന്ന തിരുമനസ് സ്വന്തം വികാരങ്ങൾ ചിലപ്പോൾ ഒതുക്കേണ്ടി വരും. എനിക്കാ സത്യം അറിയായികയല്ല മാധു. നാടിന്റെ സംരക്ഷണത്തിന് തിരുമേനിയോടൊപ്പം നിന്ന് വാളെടുക്കാൻ മറ്റാരേക്കാളും ആഗ്രഹം എനിക്കാണ്. അതിനും സാധിക്കുന്നില്ല. വരച്ച വരയിൽ നിൽക്കാൻ അമ്മാവൻ പറയുന്നു. അവർ കടലാടാൻ കഴിയാത്തപ്പോൾ പെണ്ണുങ്ങൾ പടവാൾ ഉയർത്തിയാൽ മതിയെന്ന്. ഓഹോ, നീ എന്താ ചിരിച്ചത്? അല്ല, രാധ കൃഷ്ണനോടൊപ്പം യുദ്ധം ചെയ്തതായി ജയദേവൻ പാടിയിട്ടില്ല. നിനക്കെന്തേ ഇന്ന് പ്രത്യേകിച്ച് രാധ, കൃഷ്ണൻ, ജയദേവൻ എന്നൊക്കെയുള്ള ഒരു സങ്കല്പം? എനിക്ക് കവിതയോടുള്ള ഇഷ്ടം കൊണ്ട്. ഓ, ഒരു കവിതക്കാരി. നിന്റെ ഒരു കവിത. നുള്ളാതെ. ഇന്ന് കുറെ അധികം മുല്ലപ്പൂക്കളും നിലവിളക്കി നിറതിരിയും കളഭക്കൂടും ഒക്കെ ഒരുക്കിയത് എന്തിനാണെന്നാ വിചാരിച്ചത്? രാധാകൃഷ്ണന്മാരെ പൂജിക്കാനോ? മാക്കത്തെയും പറയട്ടെ. പറയൂ. കവിതയെയും. കവിതയോ? അതെ, അതെടുക്കാനാ ഞാൻ പോകാൻ ഒരുങ്ങിയത്. അപ്പോഴല്ലേ എണ്ണ എടുക്കാൻ എന്നല്ലേ പറഞ്ഞത്? ആ, ഒരർത്ഥത്തിൽ അത് വികാരം തിരിനീട്ടുന്ന നെയ് തന്നെ. എവിടെ?
കൊണ്ടുവരാൻ എനിക്ക് എന്ത് തരും? നിന്റെ കവിതയ്ക്ക് ഞാൻ എന്ത് തരാൻ? എന്റെ കവിതയല്ല, ഇവിടെ കവിത രചിച്ചത് ജയദേവനല്ല, കൃഷ്ണൻ തന്നെ. ഇതാ ഈ ഓല വായിച്ചു നോക്കൂ. ആരെഴുതിയത്? പടവാൾ ഓങ്ങുന്ന കൈ എഴുത്താണി കൊണ്ട് കവിതയും രചിക്കുന്നു. എവിടെ? എന്തൊരു ധൃതി! ഇതാ വായിക്കൂ. ജാതി ജാതി ജാതാനുകമ്പാദവ ശരണമയേ മല്ലികേ. എന്താ നിർത്തിയത്? വായിക്കൂ. ആഹാ, അയ്യോ, നാണം കണ്ടില്ലേ? എന്തൊരു ആനന്ദം അല്ലേ? ഇപ്പോ സാക്ഷാ രാധ തന്നെ. ഉറക്കെ വായിക്കൂ, ഞാനും കേൾക്കട്ടെ. ഞാൻ മനസ്സിൽ വായിച്ചു. മധു, അതൊന്ന് വൃത്തിയായി ചൊല്ലു. പൊന്നു തമ്പുരാന്റെ കവിതാസിദ്ധി വനാന്തരങ്ങൾ ഒളിഞ്ഞിരിഞ്ഞും പോരാടുമ്പോഴും തെന്നി വരുന്നു ഇല്ലേ? മനസ്സിലായോ? തമ്പുരാന്റെ ഹൃദയം നിറയെ മാക്കമാണെന്ന്. വിചാരം നാടിനോടും വികാരം. നീ അതൊന്ന് വായിക്കൂ. അയ്യോ, ആ വാതിൽ ചാരിയേക്ക്. ആരെങ്കിലും കേട്ടാൽ? എന്താ കേട്ടാൽ? ഞാൻ നീട്ടി ചൊല്ലും, കേൾക്കുന്നവർ കേൾക്കട്ടെ. മല്ലികേ കൂപ്പു കൈതേ കൈതേ കൈതേരി മാക്കം കൈതേരി മാക്കം കബറിലണിവാൻ കൈ ഉയർത്തും ദശായാം ഏതാനേതാൻ മതിയാൻ അലർശരവേശി കാപ്പാത വൃത്താന്തമെല്ലാം നീതാൻ ഉണർത്തിയിടുക ചടുല കയൽ കണ്ണിതൻ കർണമൂലേ. എന്താ, എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ മുഖത്ത് യമുനാ തീരമല്ല, വൃന്ദാവനം തന്നെ. ഈ ശ്ലോകം വായിച്ചാണ് നീ ഇന്ന് കൈതപ്പൂ കൊണ്ടുവന്നത് അല്ലേ? കൈതപ്പൂ കബരിയിൽ അണിയൂ. ഇതാ. വേണ്ട. ഓ, അണിയിക്കണമായിരിക്കും. ആ ആഗ്രഹം കൊണ്ടല്ലേ ഈ ഓല മറ്റാരും കാണാതെ ഒരാൾ എനിക്ക് എത്തിച്ചു തന്നത്. ഇത് തിരുമനസ്സുകൊണ്ട് രചിച്ചതാണെന്ന് വിശ്വസിക്കാൻ തന്നെ വിഷമം തോന്നുന്നു. നിന്റെ ഈ സംശയം കുറെ കൂടുന്നുണ്ടോ? പറഞ്ഞേക്കാം. വയനാടൻ കാട്ടിൽ ഒളിപ്പോരിനിടയിൽ നിന്നെക്കുറിച്ച് എഴുതി ഇവിടെ എത്തിച്ചു തന്നതിൽ നീ ആനന്ദിക്കുകയല്ലേ വേണ്ടത്? അവിടുത്തെ പല രചനകളിലും ആനന്ദിച്ചവളല്ലേ ഞാൻ. എന്തോ ആപൽശങ്ക എന്നെ രാവും പകലും അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ ദുസ്വപ്നം കണ്ടു. ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയപ്പോൾ അത് പെട്ടെന്നണഞ്ഞു. എന്റെ പഴശ്ശിക്കാവിലമ്മേ, തിരുമനസിനെയും പഴശ്ശിപ്പടയെയും കാത്തുരക്ഷിക്കണേ. മധു, നീ എന്താ മുഖം കറുപ്പിച്ച് തിരിഞ്ഞിരിക്കുന്നത്? നല്ലൊരു കാര്യത്തിനിടയ്ക്ക് ഏറ്റവും ആനന്ദിക്കേണ്ട സന്ദർഭത്തിൽ നീ എന്തൊക്കെയോ പറഞ്ഞു വേദനിക്കുന്നു. എനിക്കിത് കാണാൻ ശക്തിയില്ല, ഞാൻ പോകുന്നു. പോകരുത് മധു, എന്റെ മനോദൗർബല്യമാണ്, തെറ്റിദ്ധരിക്കരുത്. നീ അതൊന്നുകൂടി ചൊല്ലു. ചൊല്ലാം. മുഖത്ത് പ്രസാദം വരട്ടെ. ഒന്ന് ചിരിക്കൂ. ഒന്നുകൂടി. അങ്ങനെ. ഇതാ ഈ കൈതപ്പൂ കബരിയിൽ. ഇപ്പൊ വേണ്ട, നീ ചൊല്ലിക്കഴിഞ്ഞിട്ട്. ശരി. ജാതി ജാതാനുകമ്പാദപസരണമയേ മല്ലികേ കൂപ്പു കൈതേ കൈതേ കൈതേരി മാക്കം. മധു, എന്തേ പരിഭവിച്ച് നിർത്തിയത്? വാതുക്കൾ നോക്കാനോ? തമ്പുരാൻ തമ്പുരാൻ. എന്റെ പൊന്നു തമ്പുരാനെ, തമ്പുരാന്റെ ഈ പൂമേനെ കാടുകളിലും ചുരങ്ങളിലും അടിയൻ എന്തൊക്കെയോ.
ഈ മാറിലൊന്ന് തല ചായച്ചിട്ട് എത്ര ദിവസമായി? തല ചായ്ക്കുമ്പോൾ ഹൃദയത്തിലെ മന്ത്രം മാക്കം എന്നായിരുന്നില്ലേ? മാക്കമെന്നല്ല, പഴശ്ശിയെന്ന്. ആ നാടിന്റെ മന്ത്രം അടിമുതൽ മുടി വരെ. മാക്കത്തിൻ്റെത് ഓലക്കഷ്ണത്തിൽ, കവിതയിൽ. ജാതാനുകമ്പാദപശരണമയേ മല്ലികേ കൂപ്പു കൈതേ കൈതേ കൈതേരി മാക്കം കൈതേരി മാധു കൈതപ്പൂ ചൂടുത്തുന്നു. കള്ളി, ഇത് വായിച്ചിട്ടാ അവളിന്ന് കൈതപ്പൂവും മുല്ലപ്പൂവിനോടൊപ്പം കൊണ്ടുവന്നത്. മാക്കം കബരിയിലണിഞ്ഞില്ലല്ലോ. അണിയിക്കേണ്ട തൃക്കൈയുള്ളപ്പോൾ അതിലല്ലേ ഞാൻ ഓടിപ്പാഞ്ഞെത്തിയത് അങ്ങ് തിരുനെല്ലിക്കാട്ടിൽ നിന്നും, കുങ്കനും ചന്തവും പോലും അറിയാതെ. അയ്യോ, തിരുനെല്ലിക്കാട്ടിലോ? ഭയങ്കരം. അമ്മാവൻ വരുന്നത് അമ്പു അറിയില്ല. അമ്പു കർണാടക കാട്ടിലേക്ക് പോയി, കമ്പനിക്കായി കാണാതെ കടത്തുന്ന കുരുമുളക് തടയാൻ. പടവാൾ ഏന്തുന്ന കയ്യിൽ പൂവ്. പടവാൾ നാടിനെ നശിപ്പിക്കാൻ എത്തുന്ന വിദേശികൾക്കെതിരെ. പൂവ് മനസ്സിനിയുടെ. എന്താ ഒരു മ്ലാനത? നമുക്ക് ഈ ദുർഗതി വരുത്തിയല്ലോ ശ്രീപൂർക്കലി ഭഗവതി. അതിലഭിമാനിക്കല്ലേ വേണ്ടത്? ഒരു ക്ഷത്രിയന് ധർമ്മമായ യുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായി വേറെ എന്തുണ്ട്? ഇവിടെ തമ്പുരാൻ മാത്രമല്ലല്ലോ യുദ്ധത്തിൽ, നാട്ടുകാർ ഒന്നടങ്കം. അങ്ങനെ പറയാമോ? ഇവിടെ തന്നെ ഉണ്ണിത്തമ്പുരാൻ. അവൻ ഒറ്റപ്പെടും. രാജ്യദ്രോഹി, പാപി. പാപം ചെയ്യാൻ സാധിക്കുന്നത് ഒരു യോഗ്യതയാണോ തമ്പുരാനെ? ആയിരിക്കാം. ദുർമോഹികൾക്കും അധികാരക്കുതിയന്മാർക്കും, നന്മ ആഗ്രഹിക്കുന്നവർക്ക് എന്നും കെടുതിയും. ആഗ്രഹങ്ങൾ യാചിക്കുവാനല്ല, ആഗ്രഹങ്ങളിൽ നിന്നും രക്ഷ നേടാനാ അടിയന്റെ പ്രാർത്ഥന. ഞാനിവിടെ വരണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നില്ലേ? ആഗ്രഹം മറ്റൊന്നായിരുന്നു. അവരവരുടെ ആഗ്രഹമെങ്കിലും മനുഷ്യർക്ക് സ്വകാര്യമായി വച്ചുകൂടെ? മാക്കം പറഞ്ഞത് വനാന്തരങ്ങളിലായാലും അങ്ങയോടൊപ്പം വിദേശാക്രമികളോട് അടരാടാൻ. മാക്കം ഇപ്പോൾ അടരാടുന്നത് മാക്കത്തോട് തന്നെയാണ്, എന്നോടും. അതേസമയം നാടിനോടുള്ള സ്നേഹമാ മാക്കത്തിന്റെ ആയുധം. സ്നേഹമായിരിക്കും ജീവിതത്തെ ജീവിതാർഹമായി തീർക്കുന്ന ഏറ്റവും വലിയ വസ്തു. ആ വസ്തുവാണ് എന്റെ കവിത. തിരുനെല്ലിക്കാട്ടിലെ ധർമ്മയുദ്ധത്തിന് എനിക്ക് കൂടുതൽ സഹായമാവുന്നതും അതാണ്. എന്നാൽ ഇന്നെന്തേ പടവാൾ പിടിക്കുന്ന കൈ കൈതപ്പൂവിനെ സ്പർശിക്കാതെ അറച്ചു നിൽക്കുന്നത്? കൈതേരി മാക്കം കബരിയിൽ ഇതാ അണിയിക്കാം. തിരിഞ്ഞു നിൽക്കൂ. അയ്യോ, ഉണ്ണിത്തമ്പുരാൻ. എന്താ? അല്ല, നാടുവാഴുന്ന തമ്പുരാൻ. ഇതിനു മുമ്പ് നീ എന്നെ കൈതേരിൽ കണ്ടിട്ടില്ലേ? കേട്ടിരുന്നു, ഇപ്പോൾ നേരിൽ കണ്ടു. എന്ത്? യുദ്ധം പെണ്ണിന്റെ കാൽക്കൽ വരെയായോ എന്ന്. പരമദ്രോഹി. നാട്ടാരൊക്കെ നികുതി കുറുമ്പനാടിന് കൊടുക്കണമെന്ന് കൊട്ടിപ്പാടിച്ച നീ, കള്ളമായി കുരുമുളക് ചുരങ്കെടുത്ത് ഇംഗ്ലീഷുകാർക്ക് എത്തിച്ചു കൊടുക്കുന്ന നീ, ഈ തലവെട്ടാത്തത് ഭഗവതിയുടെ കരുണ കൊണ്ടാണെന്ന് കരുതിക്കോ. എന്തും ചെയ്യുന്ന അധികാരിക്ക് തലവെട്ടാമല്ലോ. പക്ഷേ തലവെട്ടൽ ഒരു നായർ പെണ്ണിന്റെ തളത്തിൽ വെച്ചാവണ്ട എന്ന് മാത്രം. നീ രാജ്യദ്രോഹിയാണ്. അല്ല. നികുതി മറ്റു നാടിന് കൊടുക്കാമെന്ന് പറഞ്ഞത് വിവേകം. അസത്തെ. സത്ത് കൈതേറി മാക്കം അല്ലേ? അതെ, എന്റെ മാത്രമല്ല, നാടിന്റെയും. നീ കുരുമുളക് കള്ളമായി കടത്തി വിദേശികളുടെ കാലിനക്കിയല്ലേ? നാടിനെ രക്ഷിക്കാൻ. വിദേശികൾക്ക് സ്വാതന്ത്ര്യം അടിയറ വെക്കണമെന്നോ? വേണ്ട. പിന്നെ ഏട്ടനോട് അക്കാര്യം പറയാനാ ഞാൻ വന്നത്. എന്ത്? ഇംഗ്ലീഷ് കമ്പനിക്കാർക്ക് പരമാധികാരം നൽകി നാടിനെ. അമ്മയെ കൊല്ലുന്ന പരമദ്രോഹി, സ്വന്തം മണ്ണ് അന്യാധീനപ്പെടുത്താൻ ശ്രമിക്കുന്ന നിന്നെ. അയ്യോ ഏട്ടാ, വേണ്ട. പോട്ടെ ഉണ്ണി, നടന്നതൊക്കെ മറന്നേക്ക്. ഇനിയെങ്കിലും സ്വന്തം നാടിനെ സ്നേഹിക്കാൻ പഠിക്കൂ. ഇല്ലെങ്കിൽ
ഇനി അധികകാലം നിന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് വെറുപ്പാണ് നിന്നോട് നാട്ടുകാർക്ക്. അസൂയ കൊണ്ട്, അല്ലാതെന്താ? ഉണ്ണി, ഞാൻ പറയുന്നതനുസരിക്കൂ. നിനക്ക് വലിയ തമ്പുരാൻ പദവി വേണമെങ്കിൽ ഞാൻ ഒഴിയാം. അതിനുവേണ്ടി വിദേശികളുടെ കാല് പിടിച്ച് നാടിനെ ഒറ്റിക്കൊടുക്കരുത്. ഞാൻ യുദ്ധം നയിച്ചോളാം, നീ ഭരിച്ചോളൂ. ഒരു കരാറിൽ. എന്ത്? കമ്പനിയോട് യുദ്ധം ചെയ്യരുത്. എടാ, എന്തു പറഞ്ഞു? ചതിച്ചോ? ഓ, ശത്രുക്കളെ വിളിച്ചു വരുത്താനായിരുന്നു അല്ലേ? പരമദ്രോഹി, നിന്നെ ഇവിടെ വെച്ച് ഞാൻ അത് ചെയ്യുന്നില്ല. നിന്റെ ആ കമ്പനി പുഴുക്കൾക്ക് എന്റെ രോമം കൂടി കിട്ടില്ലെന്ന് പറഞ്ഞേക്ക്. കൈതേറി അമ്പു നിന്നെ കൈകാര്യം ചെയ്യട്ടെ, ഞാൻ ചെയ്യുന്നില്ല. ആ, നേരെ അനിയനായി പോയില്ലേ? പോയോ? എങ്ങോട്ട്? അകത്തേക്ക് പോയില്ലല്ലോ. ശരിടാ, ഇതെന്തൊരു മറിമായം. മകം, മകം, വാതിൽ തുറക്ക്. ഞാൻ ഉണ്ണിത്തമ്പുരാൻ, ഒരു കാര്യം പറയാൻ. അല്ല, ഇളയ തമ്പുരാൻ, എന്താണാവോ? എവിടെയടി മാക്കം? കണ്ടാലേ കഴിയുന്നുണ്ടോ? അതെ, കാണണം. എന്തിനാ? അത് ദാസിയോട് പറയാനുള്ളതല്ല. എന്നാ ഇതാ വരുന്നുണ്ട്, നേരിൽ പറയാം. മാക്കം, അല്ല ഞാൻ അല്ല കടന്നു പോവാൻ. തമ്പുരാനെ, ആ വാളിന് നല്ല മൂർച്ചയാ, സൂക്ഷിക്കണം. നാടിനെയും ഏട്ടൻ തമ്പുരാനെയും വഞ്ചിച്ചു നടക്കുന്ന വഞ്ചകൻ. ഇത് കണ്ടോ? കണ്ടു. വാൾ കൈതേറി അമ്പുവിന്റെ മരുമകളാ, ഓർമ്മയിരിക്കട്ടെ. അമ്മുവിന്റെ മരുമകളും ഏട്ടൻ തമ്പുരാന്റെ അല്ല. ആ, അതെ. എന്തു വേണം? പോകുന്നോ? അല്ല, പോയിക്കൊള്ളാം. ഒരു കാര്യം, നാളെ ഈ നാട്ടിലെ വലിയ തമ്പുരാൻ ഈ ഞാനാ. തിരുനെല്ലിക്കാട്ടിൽ തെണ്ടുന്ന ഇന്നത്തെ തമ്പുരാനല്ല, ഓർത്തോ? അന്ന് കാട്ടിത്തരാം. കണ്ടോളാം. അയ്യോ, ഒളിഞ്ഞു നിന്ന് ആ കീചകൻ തമ്പുരാന്റെ ഒളിസ്ഥലം കേട്ടുവെന്ന് തോന്നുന്നു. നീചൻ, നിന്ദ്യൻ, രാജ്യദ്രോഹി മാത്രമല്ല രാജ്യദ്രോഹി. കൊട്ടിയടയ്ക്കൂ വാതില്ല പരമവഞ്ചകന്റെ നേരെ. എന്റെ ശ്രീപോർക്കലി ഭഗവതി, പൊന്നു തമ്പുരാനെ ഈ ദ്രോഹികളിൽ നിന്നും കാത്തുരക്ഷിക്കണേ. വാതിലടിച്ച് വിളിച്ചിരുന്നോ? കമ്പനിപ്പട വീണ്ടും പുൽപ്പള്ളിയിലേക്ക് എവിടെയാണെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു. ഭേഷ്. ഇത് ആരുടെയോ ചതിവാണ്. ഇല്ലെങ്കിൽ ഇവർ പുൽപ്പള്ളിയിലേക്ക് വരില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ? ചുരമിറങ്ങാൻ അവരെ സമ്മതിച്ചുകൂടാ. ചന്തു, വണ്ടിക്കടവും കഴിഞ്ഞ് കർണാടക കാട്ടിലേക്കുള്ള വഴി കുറിച്ചിപ്പട തടയണം. വേഗം വേഗമാകട്ടെ. അപ്പോൾ തമ്പുരാൻ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പോരാതെ കൈതേരി അമ്പു നമ്പ്യാരുടെ നായർപ്പട അവിടെ ഉരുക്കി നിൽപ്പുണ്ട്. വേഗമാകട്ടെ, പോ. രക്ഷിച്ചു. പൊന്നുതമ്പുരാൻ തന്നെ ജയിച്ചു. കാരാൾപ്പട കമ്പനി പടയെ പിന്തള്ളുന്നു. അതെ, കിഴക്കേ ജനം കയറി മടക്കുകയാണ് വെള്ളപ്പട. നമ്മൾ ജയിച്ചു ഏമാനെ, നമ്മൾ ജയിച്ചു. ആ തെണ്ടികൾ മല കയറി മറന്നു. ആ, പേടിച്ചോട്.
തമ്പുരാൻ ജയിച്ചു. തമ്പുരാൻ ജയിച്ചു. നാട് ജയിച്ചു. തമ്പുരാൻ ജയിച്ചു. തമ്പുരാൻ ജയിച്ചു. തമ്പുരാൻ ജയിച്ചു. ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം തമ്പുരാൻ എത്ര പ്രധാനമായിരുന്നു. ആ ഉത്സവത്തിലല്ലേ പല പ്രധാന കൃതികളും രചിച്ചത്. ഇപ്പോൾ തിരുമേനി നാടിന്റെ അഭിമാനകരമായ ചരിത്രം രചിക്കുകയല്ലേ? 11 വർഷങ്ങളായി പൊന്നു തിരുമേനി ഈ ധർമ്മയുദ്ധത്തിൽപ്പെട്ട് കാട്ടിലും ചുരങ്ങളിലുമായി കഴിയുന്നു. 4-5 ഉത്സവങ്ങളായി തമ്പുരാൻ തിരുനടയിൽ തൊഴുതിട്ട്. ഇത്ര കാലമായിട്ടും കടൽ താണ്ടി വന്ന വിദേശീയർക്ക് നാട് കൈക്കലാക്കാനോ തമ്പുരാനെ തോൽപ്പിക്കാനോ കഴിഞ്ഞില്ലല്ലോ. അതേക്കാളും വലിയ ഉത്സവം വേറെയുണ്ട്. അന്ന് ആ കവിതയുമായി വന്നതിന് ശേഷം ഇന്നേ വരെ തമ്പുരാൻ പെരുമയേറിയ യുദ്ധത്തിൽ ജയിച്ചു. വെള്ളക്കാർ തോറ്റോടിയ സത്യം മാക്കത്തിന്റെ അമ്മാവൻ തന്നെ പറഞ്ഞല്ലോ. അതിനുശേഷം ആ ഉണ്ണിത്തമ്പുരാൻ എന്ന ദ്രോഹിയെ ഇവിടെ എങ്ങും കാണുന്നില്ല. വല്ല ഗൂഢാലോചനയിലും. എനിക്കും ആ ഭയമുണ്ട്. ആകെ മനസ്സിലൊരു പിടയൽ. ഭഗവതി നല്ലത് വരുത്തും. പൂജ തുറന്നു. ഇവിടെ പൂജ തുറന്നു. പുൽപ്പള്ളിയിലോ? ഉണ്ണിമൂത്ത പറയുന്നത് ശരിയായിരിക്കുമോ? ഞമ്മൾ ഇച്ചിരി പൊന്ന് ആ പഹയൻ രാരപ്പൻ നമ്പ്യാർക്ക് കൊടുത്തപ്പോ എന്തൊക്കെയോ വിഷയങ്ങള് തലശ്ശേരി കോട്ടയിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞു. ആ 100 ചാക്ക് കുരുമുളക് കർണാടക കാട്ടിലൂടെ കടത്താൻ ശ്രമിച്ചപ്പോ അവരുടെ ആളാന്ന് പറഞ്ഞ് ഉണ്ണിമൂത്തയെയും ഉണ്ണിത്തമ്പുരാനെയും ഈ രായരപ്പനെയും പറ്റിച്ചില്ലേ? നാട് നിൽക്കണമെങ്കിൽ ജാതിയും മതവും ഒക്കെ മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കണം. എന്റെ ശക്തി അതാണ്. ഉണ്ണിമൂത്ത് ചെയ്യുന്ന സഹായം ഇനി ഒരിക്കലും മറക്കില്ല. നാട്ടിന്റെ കാര്യത്തില് ഞമ്മളെല്ലാം ഒന്നല്ലേ തമ്പുരാനെ? കുറിച്യരായാലും ഞമ്മളായാലും നായന്മാരായാലും എല്ലാം ഒന്ന്, തമ്പുരാന്റെ കൂടെ. അന്നത്തെ ആ പടയ്ക്ക് ശേഷം ഉണ്ണിമൂത്തെ ഇതാ കാട്ടിക്കുളത്തിനിപ്പുറം ഓളിയേറ്റ് കുന്നിലെ ഈ ഗുഹയാ പൊന്നുതമ്പുരാന്റെ കൊട്ടാരം. എനിക്കിത് കൊട്ടാരത്തേക്കാൾ ഹൃദ്യമാണ്. സാധാരണക്കാരായ എന്റെ നാട്ടുകാരുടെ മധ്യത്തിൽ കഴിയുക, അതിൽ പരം ഒരാഹ്ലാദമുണ്ടോ? എന്നാലും എന്റെ പടച്ചോനെ, നിങ്ങൾ എങ്ങനെ ഇതൊരു പൊരയാക്കിയെടുത്തത്? തലയ്ക്കൽ ചന്തവും കുറിച്ചേരും കൂടി കരിമ്പാറ കീറി മേലെ പുരയുണ്ടാക്കി. ഇതിനൊരു പഴുതുണ്ടെന്ന് ഞങ്ങൾക്കേ അറിയൂ. തന്നെ ഈടെ അങ്ങനെ ആ ചെറുത്താന്മാർ വന്നാല് തീന് ചുറ്റും പാർന്ന് ഈയാൻ പറ്റ പോലെ കരിഞ്ഞു പോകുന്നേ. ഏത് അന്നത്തെ പോലെ അവറ്റ ഒരിക്കൽ കൂടി ഇവിടെ പുൽപ്പള്ളിയിൽ കടന്നിരുന്നെങ്കിൽ അവസാന കൈ നോക്കായിരുന്നു. ആ പന്നികള് കോയിച്ചത് കിട്ടില്ലെന്നേ. പടച്ചോൻ വെച്ചതേ വരൂന്ന് കൂട്ടിക്കോളി. അത് തലയ്ക്കൽ ചന്തുവായിരിക്കണമല്ലോ. അപായ സൂചന. കുങ്ക പോയി നോക്കൂ. വല്ല കുഴപ്പോ ആയോ? സൂക്ഷിക്കേണ്ട കാലം. എന്റെ ശ്രീപോർക്കലി. അതെന്തോന്ന തമ്പുരാനെ ഇപ്പൊ ഒരു വിളി? മണ്ഡലക്കാലം, പ്രത്യേക പൂജ. ഉണ്ണിമൂത്ത് ഒരു നിമിഷം, ഞാൻ ഈ വിഗ്രഹത്തില് പൂ ചൂടട്ടെ. അമ്മേ ശ്രീപോർക്കലി. അപ്പോ തമ്പുരാൻ ഈ ഗുഹയിലും? ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റില്ലല്ലോ. അപ്പോ ഞാൻ ഈ വിഗ്രഹം ഇവിടെ വെച്ച് ദിവസവും പൂജിക്കും. വലിയ കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ ഉണ്ണിത്തമ്പുരാൻ ഹമുക്കുകൾക്ക് സ്ഥലം പറഞ്ഞു കൊടുത്തതായിരിക്കും. ഞമ്മള് നേരത്തെ പറഞ്ഞില്ലേ ആ കാര്യം? അതാരാ ഉണ്ണിമൂത്തേ? കൈതേരിയിലെ ദാസി മാധു
തമ്പുരാൻ എഴുത്തുള്ള ഒരു ഓലയിൽ ഈ സ്ഥലം കുറിച്ച് ഉണ്ണിത്തമ്പുരാന് കൊടുത്തു. തമ്പുരാന്റെ ഒരു കവിത ഒരു ഭാഗത്ത്. ആ മാധു പൊന്നും പണവും വാങ്ങി വഞ്ചിച്ചു. എവിടെ കൈതേറി അമ്പു? അമ്പു നമ്പിയാര്. അമ്പു പറയൂ, പറയാൻ. അമ്പു നമ്പിയാര് അവരുടെ വെടിയേറ്റ് വീണു. എന്നാലിനി വരൂ പുൽപ്പള്ളിയിലേക്ക്. അപ്പൊ തമ്പുരാന്റെ പടവാൾ? പാടില്ല. മണ്ഡലക്കാലത്ത് ഞാൻ ആയുധം ഉപയോഗിക്കില്ല. വാളും കുന്തവും ഒന്നും ഇനി എനിക്ക് വേണ്ട. വരൂ. തമ്പുരാൻ പുറത്തിറങ്ങരുത് ആയുധമില്ലാതെ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഈ തലയ്ക്ക് അവര്. അതെനിക്കൊന്ന് കാണണം. തമ്പുരാൻ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ ഇവിടെ സ്വയം വെട്ടിമരിക്കും. തന്നെ തമ്പുരാൻ ഇപ്പൊ ഇവിടെ ഇരിക്കും. ഞമ്മളെ കൂട്ടര് അങ്ങ് തിരുനെല്ലിയിലുണ്ട്. ഞമ്മള് പോയി ഇപ്പൊ വരാം. വാ കുങ്ങനായര്. അമ്പുവിനെ കൊല്ലാൻ കഴിഞ്ഞ ശത്രുക്കൾ മുന്നേറാതിരിക്കില്ല. കുങ്കനും തലക്കൽ ചന്തുവിനും ഉണ്ണിമുത്തയ്ക്കും അവരെ ആ ചെന്നായ്ക്കളെ തടഞ്ഞു നിർത്താനാവില്ല. എന്റെ ശ്രീപോർക്കലി, ഇതാണോ അവിടുത്തെ വിധി? അതെ, അവരുടെ മുന്നേറ്റം. പഴശ്ശിപ്പട പിന്മാറുന്ന വിളി. അമ്മേ, എന്റെ പടനായകനും നാട്ടാരും പടപുരുതി വീരചരമം അടയുമ്പോൾ ഞാൻ ഈ ഗുഹയിൽ ഒളിഞ്ഞിരിക്കുകയോ? വയ്യ. പുറത്തിറങ്ങിയാൽ വിദേശിയുടെ വെടികൊണ്ടേറ്റ് മരിക്കും. അല്ലെങ്കിൽ അവരുടെ തടവുകാരൻ. ആയുധമെടുക്കാൻ വയ്യാത്ത ഈ മുഹൂർത്തത്തിൽ തന്നെ ആ വഞ്ചകർ വിദേശി എന്റെ പീരങ്കി, അല്ലെങ്കിൽ തൂക്കുമരം. എന്റെ ശ്രീപോർക്കലി, ഇനി എന്താണ് വഴി? ഇനി ഒരു വഴിയേ ഉള്ളൂ. വേറെ വഴിയില്ലേ? ആ വഴി മാത്രം. മറ്റു വഴിയില്ലേ? വേറെ വഴിയില്ലേ? ഇല്ല. ശത്രുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ വഴി മാത്രം. എന്നാൽ അത് തന്നെ നടക്കട്ടെ. അമ്മേ, ഈ വിഗ്രഹം ഇതിന്റെ സാക്ഷി. നിന്റെ ഇംഗിതം ഇതാണെങ്കിൽ അങ്ങനെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ ഒരു ജീവൻ കൂടി അർപ്പിക്കപ്പെടട്ടെ. ഈ കേരളവർമ്മയെപ്പോലെ അനേകായിരം പോരാളികൾ ഈ മലനാടിന്റെ ഭാരതത്തിന്റെ മണ്ണിൽ ഉയരുമെന്ന് എന്റെ മൃതദേഹം കണ്ട് വഞ്ചകരായ വിദേശ പരീക്ഷകൾ മനസ്സിലാക്കട്ടെ. എന്റെ രക്തം പുരളുന്ന ഈ നാടൻ മണ്ണിൽ സ്വാതന്ത്ര്യം പുലരുമെന്ന്, സത്യവും നീതിയും വിജയിക്കുമെന്ന് വിദേശ സാമ്രാജ്യം മനസ്സിലാക്കട്ടെ. ജനം കയ്യിലെ ഈ വൈരമോതിരം ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്നു. വാൾ ഞാൻ ഉയർത്തുകയില്ല. വാൾത്തല കൊണ്ട് എന്റെ അന്തത്തിനുള്ള വൈരം പടർത്തിയെടുക്കണം. അത് വ്രതഭംഗമായില്ല. അമ്മേ, ശ്രീപോർക്കലി, അടിയന് മാപ്പ്. കടൽ താണ്ടി വന്ന ആ കാട്ടാളന്മാർ ജീവനോട് എന്റെ ദേഹം തുടരുത്. നിന്റെ കാലടികളിൽ, എന്റെ ഈ കറുത്ത മണ്ണിൽ ഞാൻ അഭയം തേടുന്നു. എന്റെ ഉദരത്തിൽ പ്രവേശിക്കുന്ന വൈരത്തിന്റെ തിളക്കം ഭാവി തലമുറകളുടെ ഹൃദയങ്ങളിൽ ഒടുങ്ങാത്ത സ്വാതന്ത്ര്യ തൃഷ്ണയുടെ തീനാളം ജ്വലിപ്പിക്കട്ടെ. എന്നും എന്നും സ്വാതന്ത്ര്യത്തിന്റെ തീനാളം എന്നും എന്നും.
സ്വാതന്ത്ര്യത്തിന്റെ തീനാളം ഇന്നും എന്നും ഇന്നും എന്നും ഇന്നും എന്നും ഇന്നും എന്നും ഇന്നും എന്നും ഇന്നും എന്നും. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യോദ്ധേ ന ത്വം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യോദ്ധേ ന ത്വം ശോചിതുമർഹസി. പഴശ്ശിരാജ നാടകം സമാപിക്കുന്നു. രചനയും സംവിധാനവും കെ പത്മനാഭൻ നായർ. സംവിധാന സഹായവും ആഖ്യാനവും എ പ്രഭാകരൻ. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: പഴശ്ശിരാജ എസ് സന്തോഷ് കുമാർ കായംകുളം, കുങ്കൻ കെ എ അസീസ്, ഉണ്ണിത്തമ്പുരാൻ പി തങ്കച്ചൻ, രയരപ്പൻ പി സി സോമൻ, തലക്കൽ ചന്തു സുരേന്ദ്രനാഥ്, ഉണ്ണിമൂത്ത കണ്ണൂർ ജനാർദ്ദനൻ, കോമരം വി ദിവാകരൻ നായർ, കൈതേരിമാക്കം സി ആർ ആനന്ദവല്ലി, മാധു ടി ആർ ഓമന. സംഗീതം എം ജി രാധാകൃഷ്ണൻ. വീണാവാദനം ആർ വെങ്കിട്ടരാമൻ. പുല്ലാങ്കുഴൽ കെ എസ് ഗോപാലകൃഷ്ണൻ. നിർവഹണം മള്ളൂർ രാമകൃഷ്ണൻ. Thank you.